ആറുമാസത്തിനുള്ളിൽ ജനങ്ങൾ തന്നെ UDFിനെ തള്ളിപ്പറയേണ്ട സാഹചര്യമുണ്ടാകുമെന്ന് സജി ചെറിയാൻ പറഞ്ഞു. സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള സാഹചര്യം സംജാതമായെന്നും സജി ചെറിയാൻ പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ ഈ വോട്ട് ചെയ്ത ജനങ്ങൾ UDFിനെ ഇതിനേക്കാൾ ശക്തമായ തരത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി രംഗത്ത് വരേണ്ടി വരും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ആ നിലയിൽ നമ്മൾ ആ പ്രശ്നത്തെ അങ്ങനെ കണ്ടാൽ മതി. അതിശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രൂപത്തിൽ സംഘടന ഒരുക്കിയെടുക്കണം. പാർലമെന്ററി പ്രവർത്തനത്തെ ആ രൂപത്തിൽ ഒരുക്കിയെടുത്താൽ ഒരു സംശയം വേണ്ട, ജനങ്ങളുടെ വിശ്വാസം ഇതിനേക്കാൾ ശക്തി നമുക്ക് അനുകൂലമായിട്ടുണ്ട്. കാണേണ്ട ഒരു അപകടം BJPയുടെ വരവാണ്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുടങ്ങിയത് പിന്നീട് അവസാനിപ്പിച്ചു എങ്കിലും BJP 2-3 സീറ്റിൽ ജയിച്ചതും ചില സീറ്റുകൾ 2ാം സ്ഥാനത്ത് വന്നതും ഒരു സൂചന ഉണ്ട്. ആ സൂചന നമ്മൾ ചെറുതായിട്ട് കാണാൻ പാടില്ല. ഭാവി കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പോകുന്ന വർഗീയത, അത് മുസ്ലിം ലീഗ് ഉയർത്തുന്ന വർഗീയതയെ പറ്റിയാണ് BJP പ്രചരിപ്പിക്കുന്നത്, BJPയുടെ വർഗീയതയെ പറ്റിയാണ് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ കേരളത്തിലെ മനുഷ്യനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു പുതിയ പ്രോസസ്സ്, വർഗീയവൽക്കരണത്തിൻ്റെതായ പുതിയൊരു അവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ടെന്നുള്ളത് മതേതരവാദികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ വല്ലാത്ത തലത്തിൽ UDF അതിൻ്റെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് BJP ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ, അത് രണ്ടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം ഉയർന്നു വരാൻ ഇടവരുന്ന തരത്തിലുള്ള ഒരു ചെറിയ തുടക്കം കുറിച്ചു എന്നത് മതേതരവാദികളെ സംബന്ധിച്ച് ആശങ്കാകരമാണ്. അത് നമ്മൾ ഭാവിയിൽ നന്നായി ആ മേഖല പരിശോധിച്ച് നമ്മൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ളതാണ് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്.